ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ CCTV നമുക്കറിയാം ലൈവായിട്ട് കാണണമെങ്കിൽ ആ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ അതിന് പ്രൊവൈഡ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ആ ഒരു CCTV ലൈവായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലൊന്നാണ് എത്ര MBPS പ്ലാൻ എടുക്കണം, അല്ലെങ്കിൽ ഹൈ സ്പീഡ് എത്രത്തോളം ഉണ്ടെങ്കിലാണ് ആ ഒരു സ്ട്രീമിംഗ് അല്ലെങ്കിൽ ആ ഒരു ലൈവായിട്ട് കാണുന്നത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതൊരു CCTV ഉപയോഗിക്കുന്ന ശരാശരി ഉപഭോക്താവിനുള്ളൊരു സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയം എന്താണ്, അല്ലെങ്കിൽ എത്ര സ്പീഡ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു ലൈവ് സ്ട്രീമിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു ലൈവായിട്ട് വരുന്നതിലും ഉണ്ടാകുന്ന ആ ലാഗ് വരാനുള്ള അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് ഇഷ്യൂ വരാനുള്ള കാരണം എന്താണെന്നും ബ്രോഡ്ബാൻഡ് സ്പീഡ് എത്രത്തോളം വേണമെന്നെല്ലാം നമുക്കിന്ന് ഈ വീഡിയോയിൽ നോക്കാം. സോ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷൻ, അതായത് നമ്മൾ CCTVയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ക്യാമറ ഉണ്ടെങ്കിൽ നോർമലി ഒരു 6 ക്യാമറയിൽ 8 ക്യാമറയിൽ 12 ക്യാമറയിലൊക്കെ നമ്മൾ ആ ഒരു ക്യാമറയുടെ ആ ഒരു ലൈവായിട്ട് കാണുമ്പോൾ, അതായത് ആ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ നമ്മുടെ ആ ഒരു DVRൽ നിന്നും ആ ഒരു സെർവറിലായിട്ട് അപ്ലോഡ് ചെയ്ത് ആ ഒരു സെർവറിൽ നിന്നും നമുക്ക് ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മളത് നമ്മുടെ മൊബൈലിൽ കാണുന്നു, ലൈവായിട്ട് കാണുന്നു. അപ്പോൾ ഇതിന് ബ്രോഡ്ബാൻഡ് സ്പീഡ് എന്ന് പറയാൻ ആക്ച്വലി നമ്മൾ അത്ര അധികം സ്പീഡൊന്നും നമുക്ക് ബ്രോഡ്ബാൻഡിൽ ആവശ്യമില്ല. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾക്കറിയാം ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡർമാരൊക്കെ ഒരു 100 Mbps 200 Mbps 1 Gbps വരെയുള്ള പ്ലാനുകളൊക്കെ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. അതിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുമുണ്ട് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ്. അപ്പോൾ ഈ ഒരു CCTV മാത്രമാണ് നമ്മൾ അതിൻ്റെ പർപ്പസ്. അതായത് ഒരു വീട്ടിൽ നമ്മൾ കൂടുതലായിട്ട് നെറ്റൊന്നും ഉപയോഗിക്കുന്നില്ല, CCTV ആണ് അതിൻ്റെ മെയിൻ പർപ്പസ് എങ്കിൽ നമ്മൾ ഈ ഒരു പറഞ്ഞ 1 Gbps സ്പീഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ബേസിക് 10 Mbps തുടങ്ങിയുള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല ബഫറിംഗ് ഇല്ലാണ്ട് വ്യക്തമായിട്ട് തന്നെ CCTV ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു CCTV ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഇത്ര ക്യാമറകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഹെവി യൂസേജുള്ള പ്ലാനുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10 to 30 Mbps വരെയുള്ള മാക്സിമം സ്പീഡുള്ള ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എടുത്താൽ, അതായത് 10 മുതൽ 30 Mbps വരെയുള്ള കണക്ഷൻസ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ, അതായത് വളരെ ലാഗൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ അതായത് പല വിധത്തിൽ നമുക്ക് തരാറുണ്ട്. അതായത് 30 Mbps ഡൗൺലോഡും ഒരു 10 Mbps അപ്ലോഡും അങ്ങനെയുള്ള റേഷ്യോയിലൊക്കെ തരാറുണ്ട്. അതായത് ഡൗൺലോഡിങ് സ്പീഡും അപ്ലോഡിങ് സ്പീഡും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അത്തരം പ്ലാനുകൾ നമുക്ക് പറ്റില്ല. നമുക്ക് CCTV ഒക്കെ ബേസ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് 10 Mbps ആണെങ്കിൽ പോലും 1:1 പ്ലാനുകൾ കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക. അതായത് 10 Mbps അപ്ലോഡ് ഉണ്ടെങ്കിൽ 10 Mbps ഡൗൺലോഡും ആ ഒരു തന്നെ 1:1 തന്നെ വരുന്ന ആ ഒരു പ്ലാനുകൾ വേണം എടുക്കാൻ. ഇപ്പോൾ 30 Mbps ആണെങ്കിൽ 30 Mbps ഡൗൺലോഡ് 30 Mbps അപ്ലോഡ് ആ ഒരു രീതിയിലുള്ള പ്ലാനുകൾ എടുക്കുക. അപ്പോൾ എൻ്റെ കാരണം വെച്ചാൽ കൂടുതൽ അപ്ലോഡിങ്ങും ആണ് അതിനകത്ത് നടക്കുന്നത്. നമ്മുടെ CCTVയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡേറ്റ ആ ഒരു അപ്ലോഡ് ചെയ്ത് വേണം നമുക്കത് കാണാൻ. അപ്പോൾ അപ്ലോഡിംഗ് ഉള്ള പ്ലാനുകൾ എപ്പോഴും നല്ലതാണ് CCTVയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു 1:2 അറ്റ്ലീസ്റ്റ് നമ്മൾ ആ CCTVക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ടി കൂടിയാണ് നമ്മൾ ആ ഒരു ഇൻ്റർനെറ്റ് എടുക്കുന്നത്. അപ്പോൾ അപ്ലോഡും ഡൗൺലോഡും 1:1 വരുന്ന ആ ഒരു രീതിയിൽ തന്നെയുള്ള പ്ലാനുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ലാഗിങ് വരാനുള്ള കാരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു നമ്മളിപ്പോൾ ഈവൻ 100 Mbps 200 Mbps പ്ലാൻ എടുത്തെങ്കിൽ പോലും ആ ഒരു ലാഗിങ്ങും മറ്റും വരുന്നുണ്ടെങ്കിൽ അപ്പോഴും ഇൻ്റർനെറ്റിൻ്റെ കാരണങ്ങൾ കൊണ്ടാകാം, അത് സ്പീഡിൻ്റെ ഇഷ്യൂ ഉണ്ടാകാം. മേ ബി പെട്ടെന്നുള്ള കംപ്ലയിൻറ്റ്സ്, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സ്പീഡ് കുറഞ്ഞിട്ടല്ല, കംപ്ലയിൻറ്റ് വരാം. അതായത് 30 Mbps കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്ലാൻ പെട്ടെന്ന് അതൊരു 2 Mbps അതിലധികം താഴേക്ക് 1 Mbps അല്ലെങ്കിൽ അതിൽ താഴേക്കായിട്ട് സ്പീഡ് ഡ്രാസ്റ്റിക്കായിട്ട് കുറയാം. നിങ്ങളത് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സ്പീഡ് ടെസ്റ്റ് നോക്കിയാൽ കാണാം. അങ്ങനത്തെ വരുമ്പോൾ സ്പീഡ് ഇങ്ങനെ ഇഷ്യൂ ഡ്രാസ്റ്റിക്കായിട്ട് കുറയുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് ആ മൊബൈലിൽ സ്പീഡ് ടെസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡ്രാസ്റ്റിക്കായിട്ട് സ്പീഡ് കുറയുന്ന ഇഷ്യൂ ഉണ്ടോ എന്ന് ഇത്തരത്തിൽ ലാഗ് വരുന്ന സമയത്ത് നമ്മളതൊന്ന് നമ്മുടെ ബ്രോഡ്ബാൻഡിൽ വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പീഡ് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ലൈവ് നമുക്ക് കാണുമ്പോൾ ഒരു ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ഫ്രീക്വൻറ്റ് ഡിസ്കണക്ഷൻ, അതായത് ചില നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് പിങ് ലോസ് വരും. നമ്മൾ പിങ് ഇടാൻ, അതായത് അത്യാവശ്യം കമ്പ്യൂട്ടറിലൊക്കെ നോളജ് ഉള്ളവർക്ക് അറിയാം, നമ്മൾ പിങ് ഇട്ട് നോക്കും, അതായത് ഡേറ്റ ട്രാൻസാക്ഷൻ നടക്കുന്നത് കറക്റ്റാണോ. അപ്പോൾ പിങ് ലോസും മറ്റും വരികയാണെങ്കിൽ, അതായത് ഫ്രീക്വൻറ്റ് ഡിസ്കണക്ഷൻ വരികയാണെങ്കിലും ഈ ഒരു ലോസ് വരും. ആ ഒരു ലാഗ് കുറച്ചായിട്ട് ഇങ്ങനെ ലാഗ് വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡിസ്കണക്ഷൻ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലത്തെ ലാഗ് വരാൻ സംഭവിക്കും. അപ്പോൾ അവിടെ ഈ ഒരു പിങ് ടെസ്റ്റ് പോലെയുള്ള നമുക്ക് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻ്റർനെറ്റിൽ നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ, അതായത് ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഡേറ്റ പോകുന്നുണ്ടോ, കട്ടായി പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ വരുമ്പോഴും ഈ ഒരു ലാഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ
റേഞ്ച്, അതായത് നമ്മളിപ്പോൾ നമ്മുടെ DVRന് ഒരു കണക്ടിവിറ്റി കൊടുത്തു, അതായത് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുത്തു, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഈ മൊബൈലിൽ നിന്ന് കാണുന്നുവെങ്കിൽ, അതായത് മൊബൈലിൽ നിന്ന് നമുക്ക് ആ ലൈവ് കാണണമെങ്കിൽ നമ്മുടെ മൊബൈലിലും റേഞ്ച് ഉണ്ടാകണം. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ മേ ബി നമ്മുടെ മൊബൈലിലുള്ള റേഞ്ച്, നമ്മുടെ മൊബൈലിൽ ആ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ, നമ്മൾ വീട്ടിലെല്ലാം പുറത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ സെല്ലുലാർ ഡാറ്റ ഉപയോഗിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്, നമ്മൾ നെറ്റ്വർക്കിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മൊബൈലിൽ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലാഗും കാര്യങ്ങളും ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. നമ്മൾ ഈ ബ്രോഡ്ബാൻഡ് നെറ്റ് എടുത്തു എന്ന് പറഞ്ഞ് സ്പീഡ് ഒരുപാട് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ കംപ്ലയിൻസ് ഉണ്ടോ എന്നുകൂടി, ഈ പറഞ്ഞ 2-3 കംപ്ലയിൻറ്റ് ഞാനിപ്പോൾ പറഞ്ഞതും ഒന്ന് ചെക്ക് ചെയ്ത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതിപ്പോൾ എങ്ങനെ പരിഹരിക്കാം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 1:1 പ്ലാനുകൾ എടുക്കുക, ഒന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഈ DVRലോട്ട് കൊടുക്കുന്ന കണക്ഷൻ, അതായത് DVRലോട്ട് നമ്മൾ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് കേബിൾ വഴി, അതായത് മോഡത്തിൻ്റെ ലാൻഡ് പോർട്ടിൽ നിന്നും നെറ്റ്വർക്ക് കേബിൾ ഡയറക്റ്റ് DVR കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് കേബിൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതായത് അത് ഡയറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ പിങ്ങിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂസോ ഒന്നും കൂടുതൽ കഴിവത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത്ര ഇൻട്രപ്ഷൻസ് വന്നാൽ മാത്രമേ അത് കട്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നത് ലാൻഡ് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ വേറെ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൗട്ടേഴ്സ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എതർനെറ്റ് കേബിൾ വെച്ചല്ല ഉപയോഗിക്കുന്നത്, ഒരു ഡിവൈസ് ഹോട്ട്സ്പോട്ട് ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു സിം റൗട്ടേഴ്സൊക്കെ നമുക്ക് കിട്ടും. അതായത് ബ്രോഡ്ബാൻഡ് ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മളൊരു സിം റൗട്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ഡിവൈസ്, ജിയോൻ്റെ ഒക്കെ പോലെ ഹോട്ട്സ്പോട്ട് ഡിവൈസൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിം റൗട്ടർ ആയാലും ഹോട്ട്സ്പോട്ട് ഡിവൈസ് ആയാലും ഇതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു റേഞ്ച് വേണം. ആ റേഞ്ച് ഉണ്ടെങ്കിലാണ് ഇത് പ്രവർത്തിക്കുകയുള്ളൂ. നെറ്റ്വർക്കിൻ്റെ റേഞ്ച്, അതായത് ജിയോ സിം ആയാലും അല്ലെങ്കിൽ ഓപ്പൺ സിം ആയാലും ആ സിമ്മിൻ്റെ റേഞ്ച് കിട്ടിയാൽ മാത്രമാണ് അതിൽ നിന്ന് വരുന്ന നെറ്റ്വർക്കിന് സ്പീഡ് ഉണ്ടാവുകയുള്ളൂ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ പറഞ്ഞ DVRലോട്ടും സ്പീഡ് വരികയുള്ളൂ. അപ്പോൾ അത്തരം നമ്മുടെ സിം ഇട്ടിട്ടുള്ള റൂട്ടേഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോട്ട്സ്പോട്ട് ഡിവൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിമ്മിന് റേഞ്ച് പ്രോപ്പറായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ DVR പ്ലേസ് ചെയ്യാനും അതനുസരിച്ച് ഉപയോഗിക്കാനും ശ്രമിക്കുക. കാരണം അത്തരം സ്ഥലങ്ങളിൽ അതുപോലെ DVR പ്ലേസ് ചെയ്താൽ മാത്രം, കവറേജ് ഫുള്ളുള്ള സ്ഥലങ്ങളിൽ DVR പ്ലേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുകയുള്ളൂ, ഈ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സിം റൗട്ടേഴ്സ് ഏറ്റവും കുറഞ്ഞ ലോ ക്വാളിറ്റി സിം റൗട്ടേഴ്സൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല സിം റൗട്ടേഴ്സ്, ഹോട്ട്സ്പോട്ട് ഡിവൈസ് ആയാലും അത്യാവശ്യം നല്ല റൗട്ടേഴ്സും കാര്യങ്ങളും നമ്മൾ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഏരിയ നോക്കുക, പ്ലേസ്മെൻറ്റ് ഏരിയ നോക്കുക, നമ്മൾ എവിടെയാണ് വെക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആ റൗട്ടറിൻ്റെ അല്ല DVR ചിലവർ ഈ ഒരു സ്റ്റെയറിൻ്റെ ഒക്കെ ഉള്ളിലായിട്ടും അകത്തായിട്ടൊക്കെ വെക്കണേ കാണാം. അപ്പോൾ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട്, ഡയറക്റ്റ് നമ്മളവിടെ കേബിൾ വിളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല നമ്മൾ ഈ സിം റൗട്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഹോട്ട്സ്പോട്ട് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടേക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു അത്യാവശ്യം ഓപ്പൺ സ്പേസിൽ തന്നെ DVR സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ റൗട്ടറിൽ നിന്നിട്ടാണെങ്കിലും ഹോട്ട്സ്പോട്ട് ഡിവൈസിലാണെങ്കിലും ഡേറ്റ കൊടുത്ത് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ നമുക്ക് ആ ഒരു ലാഗൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ CCTV നമ്മളെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ DVRൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരം കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തരം ഹാങ്ങുകൾ, പക്ഷേ അത് വളരെ അപൂർവമാണ്. കൂടുതലും ഈ ഡേറ്റ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് ആ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറ്. അതായത് കാണുമ്പോൾ ലൈവ് സ്ട്രീമിങ്ങിൽ ആ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു 90% കംപ്ലയിൻസും അല്ലെങ്കിൽ ഇത്തരം ഇഷ്യൂസൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാം, മെസ്സേജ് ചെയ്ത് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.